ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും അഹ്ലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞവർ, അവരുടെയൊക്കെ ഖബറുകളെ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് പിറകിലായി പോകാൻ കാത്തിരിക്കുന്ന നമ്മുടെ അവസാനം ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ ഇന്ന് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, മരണം വരെ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ബാക്കി വെച്ച ഒരു സ്നേഹത്തിൻ്റെ, ഒരു കടപ്പാടിൻ്റെ ഒരു അടയാളം, ആ അടയാളത്തെക്കുറിച്ചാണ്. ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ സദാസമയങ്ങളിൽ മിനിറ്റുകളോ സെക്കൻഡുകളോ ഒന്നും ബാക്കിയില്ലാതെ, ഇടവേളയില്ലാതെ സ്വയം അവൻ്റെ ശരീരത്തിൽ തന്നെ അടയാളം നൽകിക്കൊണ്ടുള്ളൊരു വലിയ ബന്ധത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സത്യത്തെക്കുറിച്ചാണ്. അങ്ങനെ പറയേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം. എപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, മനുഷ്യൻ അധപ്പതിച്ചാൽ അത് മൃഗങ്ങളെക്കാളൊക്കെ അപ്പുറം. ഖുർആൻ്റെ വാക്യം എത്ര മനോഹരാണ്. വലഖദ് ദറഅനാ ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അങ്ങനെ ഒരു ആയത്ത് കാണാൻ കഴിയും ഖുർആനിൽ. നരകാഗ്നിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചതാണ്, അതിനൊരുക്കിയിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്ന് മനുഷ്യവർഗത്തിൽ നിന്ന് ധാരാളം ആളുകളെ, അവർക്ക് വേണ്ടിയാണ് നരകം. എത്തപ്പോൾ നരകം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയോ? നമ്മളിപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ വളർന്നു വരുന്ന ആളുകൾക്ക് നരകം, സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആഗ്രഹങ്ങളും ഒരു ഭയപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിൻ്റെ ഈ യുഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, വർത്തമാനകാല സാഹചര്യം അങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ നേരിട്ട് അകറ്റിയിട്ടില്ലെങ്കിലും കുറേ ആളുകൾ ഒരു സംശയത്തിൻ്റെ വക്കിൽ നിർത്തുകയോ, ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെങ്കിലും നമ്മളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ദൈവിക നിഷേധം അങ്ങനെയൊക്കെ അതിലൂടെയൊക്കെ ഇന്ന് കുറേ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായപ്പോൾ നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഭയപ്പാടൊന്നോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. എന്നാൽ ഖുർആൻ അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അതിനാദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഖുർആനിൻ്റെ അത്ഭുതം മനസ്സിലാക്കിയാൽ മതി. പരിശുദ്ധ പ്രവാചകരുടെ വലിയ അമാനുഷികതയെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞാൽ മതി, എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം പ്രവാചകനും ഖുർആനും ഇന്ന് രണ്ടും നമ്മുടെ മുന്നിലുള്ള, ഖുർആൻ നമ്മുടെ മുന്നിലുള്ള ഒരു സത്യമാണ്. പരിശുദ്ധ പ്രവാചകനാണ് പ്രത്യക്ഷത്തിൽ പ്രകടമായി നമ്മുടെ ലോകത്തില്ലാത്തത്, അല്ലേ? എന്നാൽ ഈ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായി അതിൻ്റെ ചരിത്ര രേഖ നമ്മുടെ മുന്നിലുണ്ട്.
ഒരു മനുഷ്യ നിർമ്മിതമായ ഇടപെടലുമില്ലാതെ ആ ദൈവികമായ ഇലാഹിയായ ആ ഒരു കലാം അതിന്നും മഹാത്ഭുതമായി നമ്മുടെ മുന്നിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിനുള്ള അത്ഭുതം? ഖുർആൻ പറയാത്ത കാര്യം അതുള്ളത്. ഒരൊറ്റ ഉദാഹരണം പറയാം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ പറയലിനെ ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ? ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഘട്ടം 2025-ലാണ്. 2025 നമ്മളിപ്പോൾ ജീവിക്കുന്നത്. 2025 അല്ലേ? എന്നാൽ പരിശുദ്ധ ഖുർആൻ പ്രവാചകനിലൂടെ അവതീർണമാകുന്നതോ ഒരുപാട് 10-15 നൂറ്റാണ്ടുകൾക്കപ്പുറം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരെ വ്യക്തമായ വികാസം പ്രാപിച്ചു. അത്ഭുതപൂർവമായ വളർച്ച അതിനൊക്കെ ഉണ്ടായി. നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഒരുപക്ഷെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം നേട്ടങ്ങളും അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ആധുനിക സയൻസുകൾക്ക് കഴിയുന്നു. ഇവിടെ ഇപ്പോൾ ഒരാൾ പറയാൻ സൃഷ്ടിപ്പിനെ കുറിച്ചൊരു പുതിയ ഒരു ആശയപ്രചരണവുമായി ഒരാൾ പ്രവാചകത്വം വാദിച്ചു വന്നാൽ അതിനത്ര അതിശയോക്തി തോന്നില്ല. കാരണം എന്തേ? അത് കണ്ടെത്താൻ നൂതനമായ മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്. സ്കാനിങ്ങിലൂടെ ശരീരത്തിനകത്തളങ്ങളിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ മറ്റു എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ അത്ഭുതം രചിച്ച ഇതിൻ്റെ ശാസ്ത്രലോകത്തിന് നിഷ്പ്രയാസം അത് കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇത് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് പ്രവാചകൻ വന്ന കാലഘട്ടം വല്ലതുണ്ടോ? ഒന്നുമില്ല. അന്ന് പ്രവാചകർ ഈ പ്രബോധനം ചെയ്യുമ്പോഴുള്ള കാലഘട്ടം ഒന്നുമില്ലാത്ത കാലഘട്ടമാണ്. ഒരു സ്കാനിങ്ങിനെ കുറിച്ചോ എന്തിനേറെ മനുഷ്യന് പനിയുണ്ടാകുമ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നല്ലോ. ഏതെങ്കിലും പച്ചമരുന്നുകളിൽ അഭയം പ്രാപിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, എന്ത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ രൂപം, ഉപ്പയുടെ ഉദരത്തിൽ നിന്ന് അള്ളാഹു നൽകിയ ആ ഒരു അമാനത്ത്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇന്ദിരത്തുള്ളികളായി ഉമ്മയിലേക്ക് എത്തുന്നു. ശാരീരികമായ ആ പ്രത്യേകമായ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹു അത് അങ്ങനെയാണ് നൽകുന്നത്. പുരുഷനിൽ നിന്ന് ഉമ്മയിലേക്ക്, പിതാവിൽ നിന്ന് മാതാവിലേക്ക്, അങ്ങനെ മാതാവിനണ്ടവും ഉപ്പയിൽ അള്ളാഹു സമ്മാനിച്ചതും അത് പ്രത്യേകമായ രൂപമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എങ്ങനെ? അതിൻ്റെ കൃത്യമായ അതിൻ്റെ ഓരോ സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടി. ആലക്കത്തൻ, ആദ്യം അതൊരു രക്തപിണ്ഡമാവുകയാണ്, പിന്നീട് അത് മുലത്ത്, അത് മാംസപിണ്ഡമായിട്ട് മാറുകയാണ്. ഈ 2 വാക്യങ്ങൾക്ക് പോലും അത്ഭുതമുണ്ടെന്നാണ്. കാരണം അലക്കത്ത് എന്ന് പറയുമ്പോൾ അട്ടയുടെ രൂപസാദൃശ്യങ്ങളിലേക്ക് അറബി വാക്യത്തിൻ്റെ ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കണ്ടുപിടിച്ചാൽ അങ്ങനെ കാണാൻ കഴിയും. എൻ്റെ അട്ടയ്ക്ക് സമാനമായ ആശയം എന്ന് പറയുന്ന അലക്കത്ത് തന്നെ അല്ല ഉപയോഗിച്ചത്. ആധുനിക ശാസ്ത്രം പറഞ്ഞു ആദ്യം അങ്ങനെയാണിത് വരുന്നത്. പിന്നീടത് മുലത്ത് എന്ന് പറയുമ്പോൾ ചവച്ച മാംസം എന്നാണ്, മാംസകഷ്ണം എന്നതുപോലെയാണ് പിന്നീട് അതിന് ഘട്ടമാകുന്നത്. പിന്നീട് ആ ഘട്ടത്തിലെയാണ് മറ്റൊരു രീതിയിലേക്ക് അത് പരിണമിച്ചുകൊണ്ട് അതിനെ എല്ലുകളാൽ പൊതിഞ്ഞ് അത് മാസങ്ങൾ കഴിയുമ്പോൾ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു മനുഷ്യക്കുഞ്ഞായി, ഒരു ചെറിയ കിടാവായി രൂപം പ്രാപിക്കുകയും പിന്നീട് അല്ലാഹു റൂഹ് നൽകുകയും ചെയ്യുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ 40ാമത്തെ വയസ്സ് മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ പ്രവാചകൻ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ പോയിട്ട് എന്തിനേറെ ഒരു പ്രാഥമിക അറിവ് പോലും നേടിയിട്ടില്ല. എഴുത്തും വായന അറിഞ്ഞൂടാ.
അതൊന്നുമില്ലാത്ത ഒരു പ്രവാചകൻ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ നായകൻ്റെ അമാനുഷികത എങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടാതിരിക്കുക? അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും മങ്ങാതെ അവൻ്റെ അവസാന നിമിഷം വരെ കൂടെ അവർക്ക് ഓർമ്മപ്പെടുത്തലായി ഒരു പൊക്കിൾ കൊടിയിലൂടെ അള്ളാഹു നൽകിയ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഉമ്മ എന്ന് പറയുന്ന സത്യം. അതിലേക്കാണ് നമ്മൾ വന്നത്. ആ ഉമ്മ, ഞാനത് പറയുമ്പോൾ അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നടന്ന വലിയ ആ ഞെട്ടിക്കുന്ന കൊലപാതകത്തിൽ ഒരു മോനെ ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? അങ്ങനെ ബോധം വരുന്ന സമയത്ത് ഡോക്ടർമാർ ചോദിക്കുകയാണ് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്. ആ ഉമ്മ പറഞ്ഞത് കട്ടിലിൽ നിന്ന് ഞാൻ വീണ് സംഭവിച്ചത് എന്നാ. അപ്പോൾ അത്രമാത്രം ഒരു കുഞ്ഞിനോട് മനസ്സൊട്ടി നിൽക്കുന്ന, തന്നെ എന്ത് ചെയ്താലും ആ ഒരു സത്യത്തിനപ്പുറം പോകാൻ കഴിയാത്ത, അത്രമാത്രം സ്നേഹം കൊണ്ട് പൊതിയുന്ന ആ പ്രിയപ്പെട്ടൊരു സത്യം ഉമ്മ. ആ ഉമ്മമാരെ ക്രൂരമായി കൊല ചെയ്യുന്ന ആധുനികമായ യുഗത്തിൽ ഈ റമളാനിൽ അത് ഓർമ്മപ്പെടുത്തുകൾ അനിവാര്യമായി തീരുകയാണ്. അതുകൊണ്ട് പ്രിയ തലമുറകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉമ്മയുടെ മഹത്വം കാണണം, ഉമ്മയുടെ പരിശുദ്ധി മനസ്സിലാക്കണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം വേണോ? അത് ഉമ്മമാരുടെ കാലടികൾക്ക് കീഴിലാണ്. മറ്റൊരു പ്രവാചക വചനത്തിൽ കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ തൃപ്തി ഫിരിദൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിൻ്റെ കോപം അത് മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. എൻ്റെ ആശയം എന്തേ? നമ്മുടെ മാതാപിതാക്കൾ 100% നമ്മളോട് സംതൃപ്തരാണോ? അവരെ സംതൃപ്തരാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ നമ്മളോട് അവരുടെ തൃപ്തി കാരണം അള്ളാഹുവിനെയും തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്നു. അതല്ല, ആ മാതാപിതാക്കൾ നമ്മളോട് കോപത്തിലാണോ? നമ്മുടെ പ്രവർത്തനങ്ങൾ നിമിത്തമായി അവർക്ക് നമ്മോട് വൈരാഗ്യമാണോ, ദേഷ്യമാണോ? നിന്റെ സ്രഷ്ടാവ് നിന്നോട് ദേഷ്യത്തിലാണ്. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സയ്യിദനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ബഹുമാന്യരായ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കണേ, ഈ ലോകത്ത് വെച്ച് സ്വർഗം വാങ്ങാൻ ഒരേ ഒരു വസ്തുത നമ്മുടെ മുന്നിലുള്ളൂ, അത് നമ്മുടെ ഉമ്മയാണ്. ഉമ്മ കാരണം ഈ ലോകത്ത് നിന്ന് തന്നെ നമുക്ക് സ്വർഗം ഉറപ്പിക്കാം. ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുകയാണ്, എൻ്റെ ഉമ്മ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? എൻ്റെ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നോട്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാണ്, എൻ്റെ അമ്മ എന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടും വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ ഒരു അതൃപ്തി പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല, എനിക്ക് ബോധ്യം എനിക്കുണ്ട്. ഏതെങ്കിലും ഒരു നിമിഷം എൻ്റെ ഉമ്മയോട് അല്പ ശബ്ദം ഉയർന്ന ഒരു സംസാരം വന്നിട്ടുണ്ടോ? എൻ്റെ സമീപനത്തിൽ ഉമ്മാക്കൊരു വൈമനസ്യം തോന്നിയിട്ടുണ്ടോ എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഉമ്മയെ വാരിപ്പുണർന്നുകൊണ്ട് ഉമ്മയോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ഉമ്മയുടെ കണ്ണുനീര് പൊഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞ് എന്നെ അണച്ചു പിടിച്ചിട്ടുണ്ട്. ആ സ്നേഹസ്പർശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ തഴുകിത്തലോടലിൻ്റെ ആ ഒരു രസം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. എന്നാണോ? സംശയമില്ല, അള്ളാഹുവിൻ്റെ രസവും എനിക്കുണ്ട്, അള്ളാഹുവിൻ്റെ സംതൃപ്തി നിന്നോട് കൂടെ ഉണ്ട്. അതല്ല നേരെ മറിച്ചാണെങ്കിലോ, ഉമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദേഷ്യം നിന്നോടായിരുന്നു. ഉമ്മയുടെ മനസ്സിൻ്റെ ആശയം അല്ലെങ്കിൽ ഉമ്മയുടെ മനസ്സ് ഒരുപക്ഷെ മൗനമായിട്ടെങ്കിലും നിന്നെ ശകാരിക്കാറുണ്ടായിരുന്നു. നിന്റെ ഇടപെടൽ ഉമ്മ ഒരിക്കലും സംതൃപ്തിയായിരുന്നില്ല. നിന്റെ ഭാര്യയെ കണ്ടപ്പോൾ നീ ഉമ്മയെ വെറുത്തവനായിരുന്നു. ചെയ്തു പോകല്ലേ. അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മൻ ഫളല സൗജതഹു അലാ ഉമ്മി,
ഉമ്മ എന്ന സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപ്പ അത് ഇതേ അവസ്ഥയിൽ തന്നെയാണ്, മറന്നു പോകണ്ട. ഉപ്പ അത് വല്ലാത്തൊരു കവാടമാണ്, സ്നേഹത്തിൻ്റെ കവാടമാണ് ഉപ്പ. നമ്മളേറെ എന്താ പറയുക, നമ്മൾ പറയും ഉമ്മയോട് 3 കടപ്പാട് ഉമ്മയോട് പറഞ്ഞപ്പോൾ 4ാമതായ മുത്തറസൂൽ എന്നത് ഉപ്പയോട് തന്നെയാണ്. പിതാവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ആ ഒരു സ്നേഹം അതായിരിക്കും നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്ന് മനസ്സിലാക്കി, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ ഉത്തരവാദിത്തം മാതാപിതാക്കളിലൂടെ അവരെ സ്നേഹസമ്പന്നമായ സാഹചര്യങ്ങളിലൂടെ അവരെ കൊണ്ടുപോയി ഒരുപാട് നന്മയുടെ വഴിത്താരയിലൂടെ അവരെ സഞ്ചരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. കരുണക്കടലായ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെയൊക്കെ സ്വർഗപ്രവേശനത്തിൽ കൂടെ സഞ്ചരിച്ച് നമുക്ക് മാതാപിതാക്കളോട് ഒരുമിച്ച് കൂടാൻ അള്ളാഹു എന്നെ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.